കോൺഗ്രസ് നേതാവും പറവൂർ നഗരസഭ മുൻ ചെയർപേഴ്സണുമായ വത്സല പ്രസന്നകുമാർ ബി.ജെ.പിയിൽ തിരുവനന്തപുരത്ത് മാരാർജി ഭവനിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. വത്സലയുടെ ബി.ജെ.പിയിലേക്കുള്ള വരവിലൂടെ വികസിത പറവൂർ എന്നുള്ള ലക്ഷ്യം സാധ്യമാക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി എം മനോജ ചേർന്നുണ്ട്. മനോജ, എന്തായാലും നിർണായകമായൊരു നീക്കം സംഭവിച്ചിരിക്കുകയാണ്. അവർ ബി.ജെ.പിയിലേക്ക് അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു. കോൺഗ്രസ് നേതാവും പറവൂർ നഗരസഭ മുൻ ചെയർപേഴ്സണുമായ വത്സല പ്രസന്നകുമാറാണ് ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിച്ചത്. എന്തായാലും നിർണായകമായൊരു തീരുമാനം തന്നെയാണ് കൈക്കൊണ്ടിരിക്കുന്നത്. എം മനോജ ചേർന്നുണ്ട്. മനോജ, ഈ ഒരു തീരുമാനത്തെ എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ഈ മുതിർന്ന കോൺഗ്രസ് നേതാവും അതോടൊപ്പം തന്നെ പറവൂർ മുനിസിപ്പാലിറ്റിയുടെ മുൻ ചെയർപേഴ്സണുമായിട്ടുള്ള വത്സല പ്രസന്നകുമാറാണ് ഇത്തരത്തിൽ ബി.ജെ.പിയിൽ അംഗത്വം എടുത്തിരിക്കുന്നത്. അതായത് സംസ്ഥാന അധ്യക്ഷൻ ഷോൾ അണിയിച്ച് സ്വീകരിക്കുന്നു. വികസിത പറവൂർ, വികസിത കേരളം എന്ന ലക്ഷ്യം സാധ്യമാക്കാൻ ഈ വത്സല പ്രസന്നകുമാറിന്റെ അനുഭവ സമ്പത്ത് സഹായകരമാകുമെന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കുന്നു. എന്തായാലും രാജ്യമൊട്ടാകെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് തന്നെ ബി.ജെ.പിയിലേക്ക് അടുപ്പിച്ചതെന്ന് ഈ വത്സല പ്രസന്നകുമാർ പ്രതികരിച്ചിട്ടുണ്ട്. 2020 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കോൺഗ്രസുമായി അകന്നു നിൽക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ 10 വർഷം ഈ പറവൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തുണ്ടായിരുന്ന വത്സല KPCC ജനറൽ സെക്രട്ടറി, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വത്സലയുടെ ഈ ബി.ജെ.പിയിലേക്കുള്ള പ്രവേശനം അത് കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.